എൻ്റെ പേര് റോയ് ജോർജ്, സ്വന്തം സ്ഥലം തിരുവനന്തപുരം. ഞാനിപ്പോൾ പടന്നക്കാട് കാർഷിക കോളേജ് കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വരാൻ കാരണം കുമ്പസാരിച്ച് കുർബാന എടുക്കണമെന്നുള്ള മനസ്സിലൊരു തോന്നലാണ്. അതിന് കാരണം ഒരു പ്രശ്നമുണ്ടായി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഷട്ടിൽ ടൂർണമെൻറ്റിൻ്റെ എ ക്ലാസ് കളിയാണ്. അപ്പോൾ കളിയിൽ വെച്ച് ഒരാൾ കളിയാക്കി, ലേറ്റായി പോയി അത് നിന്നെ കാത്തിരിക്കാൻ ആരുമില്ലല്ലോ, ഭാര്യയും മക്കളും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ അതെനിക്ക് വിഷമായി. പിന്നെ ഉറക്കമില്ല, ഭയങ്കര ടെൻഷനായി. അങ്ങനെ ആ ടെൻഷൻ കൊണ്ടിട്ട് ഉറക്കമില്ലാതെ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും കുമ്പസാരിച്ചൊന്ന് കുർബാന എടുക്കുന്ന വിശുദ്ധവാരമല്ലേ ഞാൻ നൽകി. അപ്പോഴേക്കും ഞാനൊരു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സെർജ് ജോസഫിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ധ്യാനം കേന്ദ്രമുണ്ട്, ഒന്ന് പോയി നോക്കി. ചടപടാന്ന് ടിക്കറ്റ് കിട്ടി, നേരെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി നന്നായിട്ടൊന്ന് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റി. നന്നായിട്ട് ഉറങ്ങി, അതായത് മാതാവിൻ്റെ മടിയിൽ ഉറങ്ങി. മാത്രമല്ല, ഈ മാതാവിന് എനിക്ക് അനുഭവം തോന്നുന്നു, കുമ്പസാരിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ കുമ്പസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചു, എങ്ങനെ കുമ്പസാരിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പം ഒരു 3-6 ടൂർ പോയിട്ട് വന്നിട്ട് ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻസ് അതേമാതിരി പറഞ്ഞാൽ മതി. അതേമാതിരി ഞാൻ പോയി കുമ്പസാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നപ്പോഴേക്കും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും എൻ്റെ തൊട്ടുപുറകിൽ നല്ല പട്ടുസാരിയുടെ ബോർഡർ എൻ്റെ കാൽപാദത്തിലൂടെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ഏതോ ചേച്ചിയോ ആൻറ്റിയോ ആരോ ഇവിടെ വന്നിട്ട് എൻ്റെ പുറകിലൊന്ന് ഇതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പോൾ ഞാൻ മാറിക്കൊടുക്കണം എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ തലോടുക. ഇതാരാ എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല ഇവിടെ, ആകെ പുറകിൽ അവിടെ മാത്രമേ 2-3 ആൾക്കാരിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിനെ തൊട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ പോയി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. മാതാവിൻ്റെ രൂപത്തിൽ നോക്കി എനിക്ക് ഉറക്കം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തലങ്ങണി എടുത്തു വെച്ചിട്ട് ഇത് മാതാവിൻ്റെ മടിയാണ്, ഞാൻ മടിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു. ഒന്നും അറിഞ്ഞില്ല. രാവിലെ അവർ വന്ന് ഉണർത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3ാമത്തെ അനുഭവം, ഇവിടെ ഒരു കുഞ്ഞിരിപ്പുണ്ട്, ആ കൊച്ചുകുട്ടി, അവൻ്റെ അടുത്ത് യേശു ആട്ടിടേനെയും ഒരു ചെമ്മരിയാടിനെയും തോളിൽ വെച്ചിട്ട് യേശു അവൻ്റെ കൈയും പിടിച്ച് അവിടെ നിൽക്കുന്നത് 2 പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ബ്രദർ തന്നെയായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഇതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം. മനസ്സിൽ ഭയങ്കര ഭാരം ഉണ്ടായിരുന്നതെല്ലാം മാറി. അതിന് ഈ ധ്യാന കേന്ദ്രത്തിനോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ കൊണ്ടുവന്ന ഈശോ തമ്പുരാനോടും എൻ്റെ സാരി മാതാവിനോടും എല്ലാവരോടും നന്ദി. തമ്പുരാൻ നൽകിയ യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് ജോളിമ്മ, ഞാൻ ചമ്പക്കുളത്തു നിന്ന് വരികയാണ്. എൻ്റെ ഇത് 4ാമത്തെ ധ്യാനമാണ്. ആദ്യത്തെ ധ്യാനം കൂടുന്നത് ഞാൻ ഡിസംബർ മാസത്തിലാണ്. എൻ്റെ മൂത്ത മരുമോളുമായിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ധ്യാനത്തിന് വരുന്നത്. അവൾ 1.5 വർഷമായിട്ട് എൻ്റെ മൂത്ത മോനുമായിട്ടൊന്ന് പിണങ്ങി അവളുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അവൾ ഡിസംബർ മാസത്തിൽ ജോമിയാൻ്റി എന്നോട് പറഞ്ഞ്, ഞങ്ങളൊരു ധ്യാനത്തിന് പോകുന്നുണ്ട്, ജോളിമ്മ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടോണ്ട് വീട്ടിൽ വന്നിരുന്നപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും അവൾ ഈ മരുമോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, അമ്മ എനിക്ക് ഒരു ധ്യാനത്തിന് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ IMS സ്വർഗീയാഭിഷേക ധ്യാനം നടക്കുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, നീ വരുന്നു എൻ്റെ കൂടെ? അമ്മ ഞാനും വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവളുമായിട്ട് ഞാനിവിടെ ധ്യാനത്തിന് വന്നു. ഞങ്ങൾ 2 പേരും 4 ദിവസവും ധ്യാനം കൂടി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. ഞാനപ്പോൾ ഇവിടുന്ന് രക്തക്കണ്ണീർ ജവമാലയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. എൻ്റെ മോക്ക്, എനിക്ക് 5 മക്കളാണ്. എൻ്റെ 4ാമത്തെ മോക്ക് ഒരു ഫാർമസി അവൾ കിടങ്ങറായിലിട്ട്. ആ ഫാർമസിയിൽ അവൾ ചുമ്മാതിരിക്കുമ്പം ജവമാല ചൊല്ലിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാനൊരു രക്തക്കണ്ണീർ ജവമാല അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 2024 ജനുവരി 1-ാം തീയതി എൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ആണ് ജോലി. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ കടയുടെ അവിടെ പോയി. എന്നോട് വണ്ടി കൊണ്ടുവന്ന് നിർത്തി. എന്നോട് പറഞ്ഞു, നീ അപ്പുറത്ത് കൊണ്ടുപോയി മോക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഈ വണ്ടി റോഡ് ക്രോസ് ചെയ്തപ്പം കിടങ്ങറായി നിന്നൊരു ഫാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എനിക്ക് ആ വണ്ടി വരുന്നേക്കാൾ മുമ്പ് എനിക്ക് അപ്പുറം കടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അടിച്ച് തല്ലി വീണു കഴിഞ്ഞിട്ട് എനിക്ക് പൊങ്ങാൻ മേലാതായി. ഭർത്താവിന് ഇപ്പുറത്തുനിന്ന് എന്നെ വന്ന് രക്ഷിക്കാൻ പറ്റത്തില്ല, മോക്ക് അപ്പുറത്തുനിന്ന് വരാൻ പറ്റില്ല. കാരണം 2 സൈഡിൽ നിന്നും വണ്ടി വരുന്നു, ഞാൻ നടുക്ക് കിടക്കുക. അപ്പം മാതാവിൻ്റെ രക്തക്കണ്ണീർ ജവമാല എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് അമ്മ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് വേണം പറയാൻ. കാരണം ഫാസ്റ്റ് അത്ര ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര സ്വരത്തിൽ എൻ്റെ അടുക്ക വന്നു കൊണ്ടുവന്ന് ഈ വണ്ടി നിർത്തിയതാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം എനിക്ക് ഈ രക്തക്കണ്ണീർ ജവമാല എൻ്റെ കയ്യിലിരുന്ന് ഞാൻ ചൊല്ലിക്കൊണ്ട് ഇരിക്കുമായിരുന്നത്. അങ്ങനെ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ അതുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. പിന്നെ ഞാൻ ജനുവരിയിലെ ധ്യാനം ഇവിടെ വന്ന് കൂടി. കുഴപ്പമില്ലായിരുന്നു. കാലിലെ മുട്ടിനൊക്കെ ശാലം വേദന ഉണ്ടായിരുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ലായിരുന്നു.
ജനുവരിയിൽ കൂടി, ഫെബ്രുവരിയിൽ ഇതും കൂടി. അപ്പം മാർച്ചിലതിന് എനിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചി മരിച്ചായിരുന്നു. അവളുടെ 30 ആയില്ലായിരുന്നു. അതൊക്കെ മുമ്പ് ഞാൻ എങ്ങനെ വരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നില്ല. അപ്പം ഞാൻ ഇവരെ രണ്ടുപേരും, ഇപ്പോൾ ഇവരെ ഈ മൂത്ത മക്കളെ രണ്ടുപേരെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവിനോട്. അപ്പം ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവൻ എന്ത് ചെയ്തെന്നാൽ അടുക്കത്തില്ല, ധ്യാനത്തിനൊന്നും വരുന്ന കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവളോട് ഞാൻ പറഞ്ഞു, മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ടടി, നീ പിടിച്ചോ, നമുക്ക് രണ്ടുപേരും കൂടെ പിടിക്കാമെന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച്. ഏതായാലും അത്ഭുതം എന്ന് പറയട്ടെ, നീ മാർച്ച് മാസം, കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് മാസത്തിൽ രണ്ടുപേരും കൂടെ ഇവിടെ ധ്യാനത്തിന് വന്ന്. അപ്പോൾ എനിക്ക് നിർബന്ധമൊന്നുമില്ല, അവളെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല. അവർ രണ്ടൊരു ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചോട്ടെ എന്ന് കരുതി ഞങ്ങൾ അപ്പനും ഞാനും കൂടെ അങ്ങനെ തീരുമാനം എടുത്തു. അവരുടെ ഈ ധ്യാനവും കഴിഞ്ഞ് അവരിവിടുന്ന് പോയി. അവർ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് ഇപ്പം ചങ്ങനാശ്ശേരിയിൽ താമസിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് ദൈവം തന്നത്. അത് ഞാൻ എല്ലാവരുടെയും മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുന്നു, പരിശുദ്ധ അമ്മ തന്ന ഈ വലിയ കൃപയ്ക്ക്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. എൻ്റെ പേര് ഗോപാലൻ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. പക്ഷെ എൻ്റെ കൂടെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു, വന്നിട്ടില്ല, സുരേന്ദ്രനാണ്. പക്ഷേ ആ കക്ഷിക്ക് വരാൻ പറ്റിയില്ല. വ്യാഴാഴ്ച ഞാൻ വരാൻ നേരത്തെ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ വരും ഈശോയെ? അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ട്, വിഷമിക്കേണ്ട. ട്രെയിനിന് വരെ സീറ്റിൽ, എൻ്റെ സീറ്റിൽ ഈശോ ഉണ്ടായിരുന്നു. അതേമാതിരി ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. ഉച്ചോം ബ്രദർ ക്ലാസ് എടുത്തായിരുന്നു. ഈ ക്ലാസ് എടുത്തതിന് ഈ ഭജനം പറയുമ്പോൾ എൻ്റെ ശരീരത്താന്തമൊക്കെ കൂടി ഞാൻ 3 പ്രാവശ്യം വീഴാൻ പോയി. അതേമാതിരി ഇന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥന കുറ്റം പറഞ്ഞത്, ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈശോ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇവിടെ സാധനം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ആകെ വിറച്ചു. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ദൈവത്തിന് നന്ദി, കോടാനം കോടി നന്ദി. ശിവന് നന്ദി, യേശുവിനെ. തമ്പുരാൻ നൽകിയ അനുഗ്രഹത്തെ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിക്കേ.